നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തുടരെ രണ്ടാമത്തെ വിജയം. ഒടുവിൽ റെലഗേഷൻ സോണിൽ നിന്ന് താൽക്കാലികമായെങ്കിലും കരകയറിയിരിക്കുന്നു ടോട്ടൻഹാം ഹോട്ട്സ്പർ. ഡിസേർബി അവരുടെ രക്ഷകനായി മാറുകയാണോ? ആസ്റ്റൺ വില്ലയെ 2-1 പരാജയപ്പെടുത്തിയതോടുകൂടി 35 കളികൾ 37 പോയിന്റ്, 17ാം സ്ഥാനത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പർ. ഒരു ചെറിയ വ്യത്യാസത്തിന് റെലഗേഷൻ സോണിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. വെസ്റ്റ് ഹാം 35 കളി 36 പോയിന്റ്, അവരാണ് 18ാമത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇനിയും കാത്തിരുന്ന് കാണണം. ഏതായാലും തുടർച്ചയായ രണ്ടാമത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആസ്റ്റൺ വില്ലയെ 2-1 തോൽപ്പിക്കുമ്പോൾ ബ്രസീലിയൻ താരം റിച്ചാർലിസണും പിന്നെ ഗായകറുമാണ് ടോട്ടൻഹാമിൻ്റെ ഗോൾ കണ്ടെത്തിയത്. അർജന്റീൻ താരം എമിലിയാനോ ബ്യൂണ്ടിയെയാണ് ആസ്റ്റൺ വില്ലക്കായിട്ട് ഗോൾ നേടിയത്. ആസ്റ്റൺ വില്ലയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അബ്രഹാം, റോജേഴ്സ്, ബാർക്ലെ, സാൻജോ എന്നിവരൊക്കെ ആദ്യ 11 ഉണ്ടായിരുന്നു. മറുഭാഗത്ത് റിച്ചാർലിസനെ മുന്നിൽ നിർത്തി. ഒപ്പം രണ്ടാൽ കൊലമുവാനി, ഗായകർ, ടെൽ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 12ാമത്തെ മിനിറ്റിൽ തന്നെ ഗായകരിലൂടെ ടോട്ടൻഹാം ഹോട്ട്സ്പർ എമി മാർട്ടിനസ് കാവൽ നിന്ന വലയിലേക്ക് പന്തെത്തിച്ചു. പിന്നാലെ ബ്രസീലിയൻ താരം റിച്ചാർലിസൺ എമി മാർട്ടിനസിൻ്റെ വലയിലേക്ക് വീണ്ടും പന്തെത്തിച്ചു. ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ ലീഡിലേക്ക് മത്സരം അരമണിക്കൂർ പിന്നീട് മുമ്പേ ആസ്റ്റൺ വില്ല കടന്നുപോയി. ഇടവേള സമയത്ത് ആ മാർജിനിൽ അവർ ലീഡെടുത്തുകൊണ്ടാണ് കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ പിന്നീട് അവസാന നിമിഷത്തിലാണ് എമിലിയാനോ ബൂണ്ടിയുടെ ഗോൾ പിറക്കുന്നത്. ഏതായാലും 2-1 എന്ന രൂപത്തിൽ മത്സരം അവസാനിച്ചു. ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 2 വിജയങ്ങൾ. ഇനി അവർ സ്വപ്നം കാണുകയാണ് അടുത്ത 3 കളികൾ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയാൽ പ്രീമിയർ ലീഗിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റും. അടുത്ത കളി മെയ് 12 പുലർച്ചെ 12:30 ലീഡ്സിനെതിരെയാണ്. അതിനുശേഷം ചെൽസിക്കെതിരെയും എവേർട്ടിനെതിരെയുമാണ് അവർക്ക് കളിക്കാനുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.